ഓക്കെ, സോ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ഷവോമി അവരുടെ റെഡ്മി നോട്ട് 10 സീരീസ് ഇന്ന് ലോഞ്ച് ചെയ്തു. വളരെ നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് ആണ് ഇറക്കിയിരിക്കുന്നത്, അതും അറ്റ് എഗ്രസീവ് പ്രൈസസ്. സോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 3 ഫോൺസ് ആണ് വന്നിരിക്കുന്നത്, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്, നോട്ട് 10 പ്രോ ആൻഡ് നോട്ട് 10. മൂന്നിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നോക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നോട്ട് 9 സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഫസ്റ്റ് നമുക്ക് നോട്ട് 10 പ്രോ മാക്സ്, അതായത് ടോപ്പ് വേരിയൻ്റ് ആയ നോട്ട് 10 പ്രോ മാക്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. സോ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഷവോമി പറയുന്നതനുസരിച്ച് ഇവോൾവ് ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട്: വിൻറ്റേജ് ബ്രൗൺസ്, ഗ്ലേഷ്യൽ ബ്ലൂ, പിന്നെ ഡാർക്ക് നൈറ്റ്. വിൻറ്റേജ് ബ്രൗൺസ് കളർ നോക്കുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ നോട്ട് 20 അൾട്രയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ബ്രോൺസ് കളർ ഇതിലും വന്നിട്ടുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ്, സോ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 192 ഗ്രാം ആണ് വെയിറ്റ്, 8.1 mm ആണ് തിക്നെസ്. കഴിഞ്ഞ വർഷത്തെ നോട്ട് 9 പ്രോ മാക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ലൈറ്റർ ആണ്, ഇതിൻ്റെ തിക്നെസ്സും കുറവാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തോന്നുന്നു, കാരണം അതിനെക്കുറിച്ച് ഷവോമി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ മിക്കവാറും ബാക്ക് സൈഡിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൊറില്ല ഗ്ലാസ് 3 ആയിരിക്കും, അത് കൺഫേംഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ നോക്കാം. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ, പിന്നെ കഴിഞ്ഞ നോട്ട് 9 പ്രോ മാക്സ് വെച്ച് നോക്കുമ്പോഴും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതാണ് 6.6 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, സൂപ്പർ ആമുലഡ് ആണോ അതോ 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ആണോ. അതുമാത്രമല്ല ഷവോമി നല്ല രീതിയിൽ കളിച്ചു. സോ ആ ഒരു ഓപ്ഷൻ തന്നിരുന്നല്ലോ, സൂപ്പർ ആമുലഡ് വേണോ അതോ IPS 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വേണോ എന്നൊരു ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു. സോ അത് ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. സോ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ, 6.6 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ, ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ, 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നോർമൽ ആവറേജ് ബ്രൈറ്റ്നസ് അല്ല, പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും, അത് പറയാതിരിക്കാൻ വയ്യ. HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ട്, 100% DCI P3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് റെഡ്മി നോട്ട് സീരീസിൽ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല, 120 ഹെർട്സിൻ്റെ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ മാത്രം കണ്ടുവരുന്നൊരു ഫീച്ചറാണ് 120 ഹെർട്സിൻ്റെ സൂപ്പർ ആമുലഡ് ഡിസ്പ്ലേ. ഇനി അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഫോൺ കിട്ടിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, പക്ഷേ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അൺബീറ്റബിൾ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ. പെർഫോമൻസ് അല്ലെങ്കിൽ ചിപ്സെറ്റിൻ്റെ കാറ്റഗറി നോക്കിയാൽ അങ്ങനെ വലിയ പുതുമ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പോക്കോ X3 കണ്ട എക്സാക്ട്ലി സെയിം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊരു 5G ഫോൺ സീരീസ് അല്ല, 4G ഫോൺസ് ആണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം 5G വരാൻ ഇനി സമയം എടുക്കും. സോ 4G ഐ എം ഓക്കെ. സോ ബാക്കി സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഐ എം ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് 4G ഫോൺസ്. സോ 732G ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്, പെർഫോമൻസ് ചിപ്സെറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പോക്കോ X3 ഒക്കെ ഗെയിമിങ്ങിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫോണാണ്. മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ചിപ്സെറ്റ്സ് ആണ് 732G. 8 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്, 2.3 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്, Adreno 618 ആണ് GPU. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് 11 കിട്ടും. സോ അത് വരുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. ഇനി ആൻഡ്രോയിഡ് 10 അല്ല വരുന്നത്, ആൻഡ്രോയിഡ് 11 തന്നെ വരണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 2021 ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആയിരിക്കണം. വിത്ത് MIUI 12 വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 12.5 പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഷവോമി പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഇതിൽ 12.5 വരും. MIUI 12.5 വരുമ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വരും. ഫോർ എക്സാമ്പിൾ, ഈ ഷവോമിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഈ ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് കളയാൻ പറ്റും. ഈ മീ പേ അതുപോലത്തെ ഒരുപാട് ആപ്സ് ഉണ്ട്, അതൊക്കെ എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ആ ഗെറ്റ് ആപ്സ് കമ്പൽസറി ആണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പാണ് ഒരു ഗെറ്റ് ആപ്സ്. അതെങ്കിലും എടുത്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ വേണമായിരുന്നു, അതില്ല, അതെന്തായാലും കാണത്തില്ല. പക്ഷേ സ്റ്റിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഷവോമിയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആഡ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യക്തമായ ഒരു നിലപാട് അവർ എടുത്തിട്ടില്ല. സോ ആഡ്സ് കാണുമോ ഇല്ലയോ, എത്രമാത്രം ആഡ്സ് ഉണ്ടാവും, ഓൺ ദ ഫേസ് ആഡ്സ് കാണുമോ, ഒന്നും അറിയില്ല. സോ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് ഫോൺ കിട്ടിയാൽ മാത്രമേ നമുക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 64GB, 6GB 128GB, 8GB 128GB. അതിനോടൊപ്പം തന്നെ 2+1 സിം കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. സോ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വലിയ ജമ്പ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലാണ്, അതും എസ്പെഷ്യലി പ്രൈമറി ക്യാമറ. സോ നമ്മളെല്ലാവരും ഊഹിച്ചതുപോലെ, പിന്നെ ഷവോമി ഒരുപാട് ടീസ് ചെയ്തതനുസരിച്ച് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ 108 മെഗാ പിക്സൽ
തേർഡ് ജനറേഷൻ HM2 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 9:1 പിക്സൽ ബിന്നിങ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 108 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് വരുന്നത്. സോ നോർമലി എടുക്കുമ്പോൾ എന്തായാലും 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ആണ് വരുള്ളൂ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഒരു 108 മെഗാ പിക്സലിൻ്റെ ഒരു മോഡ് ഉണ്ടാവും. ആ മോഡ് വെച്ച് എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് കിട്ടും. നോർമലി നമ്മുടെ ഒരു പിക്സൽ എടുത്ത് അവർ 4 കഷ്ണം ആക്കുമ്പോഴാണ് 64 മെഗാ പിക്സൽ കിട്ടുന്നത്. ഇതിൽ 9 കഷ്ണം ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് 108 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ വന്നിരിക്കുന്നത്. ഈ സെൻസർ സ്മാർട്ട് ISO ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫോട്ടോസ് എടുക്കുമല്ലോ, സോ ആ സമയത്തുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ISO അത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഷവോമി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 5 മെഗാ പിക്സലിൻ്റെ ഒരു സൂപ്പർ മാക്രോ വന്നിട്ടുണ്ട്. സൂപ്പർ മാക്രോൻ്റെ അർത്ഥമാണ് ഈ ഒരു 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ വെച്ച് നിങ്ങൾക്ക് ടെലിഫോട്ടോ വിത്ത് മാക്രോ എടുക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥമാണ് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് മാക്രോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ടെലിഫോട്ടോ ലെൻസായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ കുറച്ചുകൂടെ അടുത്ത് ഡിസ്റ്റൻസ് കുറച്ചിട്ട് നിങ്ങൾക്ക് മാക്രോസ് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി 2 സെൻസേഴ്സ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ചില പുതിയ ഫീച്ചേഴ്സ് ഫസ്റ്റ് ടൈം റെഡ്മി നോട്ട് 10 സീരീസിൽ വന്നിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 സീരീസിൽ അത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഓൾറെഡി പോക്കോൻ്റെ പോക്കോ എക്സിലൊക്കെ വന്ന ഫീച്ചറാണ്. അതായത് ഫസ്റ്റ് ആണ് ഒരു വ്ളോഗ് മോഡിൻ്റെ ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. നൈറ്റ് മോഡ് 2.0 കൊടുത്തിട്ടുണ്ട്. ക്ലോൺ മോഡ് ഉണ്ട്, ലോങ് എക്സ്പോഷർ മോഡ്, അതായത് ട്രൈപോഡ് ഉപയോഗിച്ചെടുക്കുന്ന ലോങ് എക്സ്പോഷർ മോഡ്, പ്രോ മോഡ്, പിന്നെ ഡ്യുവൽ ക്യാമറ മോഡൊക്കെ വന്നിട്ടുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷവോമി പറയുന്നതനുസരിച്ച് ഏറ്റവും സൈസ് കുറഞ്ഞ ഒരു പഞ്ച് ഹോളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ 2.96 mm ആണ് ചെറിയ പഞ്ച് ഹോൾ. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ നോട്ട് 9 Pro Max വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ 5020 5020 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 33 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ. സോ എക്സാക്ട്ലി സെയിം ബാറ്ററി ആൻഡ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. Z ആക്സിസ് ഹാപ്റ്റിക് മോട്ടറിൻ്റെ സപ്പോർട്ട് ഉണ്ട്. സോ നല്ലൊരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഹൈ റെസൊല്യൂഷൻ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ തവണ സിംഗിൾ സ്പീക്കർ ആയിരുന്നു, ഇത്തവണ തീർച്ചയായിട്ടും വരുമായിരുന്നു. കാരണം പോക്കോ M3 വരെ കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. തീർച്ചയായിട്ടും ഇതിൽ എന്തായാലും വരും. സോ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നു. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. സോ എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുത്തത് എനിക്കറിയില്ല. ഇനി ഭാവിയിൽ സൂപ്പർ ആംലോഡ് പ്ലസ് ഇൻ ഡിസ്പ്ലേ ഉള്ള എന്തെങ്കിലും ഫോൺ വരുന്നുണ്ടോ എന്നറിയില്ല ഷവോമിയുടെ സൈഡിൽ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. കഴിഞ്ഞ വർഷം റിയൽമി 7 Proയിലും ഈ വർഷം ഇറങ്ങിയ X7-ലൊക്കെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അത് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ 360 ആംബിയറ്റ് ലൈറ്റ് സെൻസർ ഉണ്ട്. IR ബ്ലാസ്റ്റർ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. സോ ഇതായിരുന്നു റെഡ്മി നോട്ട് 10 Pro Maxൻ്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് റെഡ്മി നോട്ട് 10 Proൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് നോക്കാം. എക്സാക്ട്ലി സെയിം ഫീച്ചേഴ്സ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. സോ റെഡ്മി നോട്ട് 10 Pro Max ആണെങ്കിലും നോട്ട് 10 Pro ആണെങ്കിലും എക്സാക്ട്ലി സെയിം ബിൽഡ്, സെയിം ഡിസ്പ്ലേ, എല്ലാം സെയിം ആണ്. സെയിം ചിപ്സെറ്റ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഒരേ ഒരു വ്യത്യാസമാണ് അതിൻ്റെ പ്രൈമറി സെൻസർ, അതായത് പ്രൈമറി ക്യാമറ സെൻസർ. സോ നോട്ട് 10 Pro Maxൽ 108 മെഗാ പിക്സലിൻ്റെ സെൻസർ ആണെങ്കിൽ നോട്ട് 10 Proയിൽ 64 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. ഏത് സെൻസറാണ് അത് ഷവോമി പറഞ്ഞിട്ടില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മിക്കവാറും സോണി IMX 682 ആയിരിക്കും. ഓക്കെ, സോ അതായിരിക്കും ബേസിക്കലി സെൻസർ. സോ ബേസിക്കലി നോട്ട് 10 Pro എന്ന് പറയുമ്പം 64 മെഗാ പിക്സൽ ഉള്ള ഒരു നോട്ട് 10 Pro Max ആണ് ബേസിക്കലി നോട്ട് 10 Pro. നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വലിയ വ്യത്യാസം ഇല്ലായ്മ നല്ലൊരു സംഭവം തന്നെയാണ്. ഫൈനലി നമുക്ക് റെഡ്മി നോട്ട് 10ൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. അതായത് വെനീല വേരിയൻ്റ് ആയ റെഡ്മി നോട്ട് 10ൻ്റെ ഇതിൽ ബേസിക്കലി ഗ്ലാസ് ബാക്ക് അല്ല, അത് നമുക്ക് മനസ്സിലാവും. ഗ്ലാസ് ബാക്ക് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്, ഇതാണ് 3 കളർ ഓപ്ഷൻസ്. പിന്നെ റെഡ്മി നോട്ട് 9 വെച്ച് നോക്കുമ്പോൾ 20 grams ലൈറ്ററാണ്. പിന്നെ 0.6 mm തിന്നറുമാണ്. റെഡ്മി നോട്ട് 10ൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ ഇതിലും സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്, ഒരു ഫീച്ചർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലും ഷവോമി സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ തരുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. സോ 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ്. 180 Hz ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സോ അതിലും പിശക്കൊന്നും കാണിച്ചിട്ടില്ല. HD+ ഒന്നുമല്ല, ഫുൾ HD+ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1100 nits പീക്ക് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഇതും 100% DCI P3 ഫീച്ചർ ഉള്ളതാണ്. റെഡ്മി നോട്ട് 10ൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 678 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 675ൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആണ് 678. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഫസ്റ്റ് ഫോൺസ് ആണ് വിത്ത് 678 നമ്മുടെ ഈ റെഡ്മി നോട്ട് 10. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ലോവർ മിഡ് റേഞ്ച് ചിപ്സെറ്റ് എന്ന് പറയാൻ പറ്റും. 2.2 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. നോട്ട് 10ലും ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ MIUI 12 ആണ് വരുന്നത് വിത്ത്
പ്രോമിസ് ഫോർ MIUI 12.5. സോ അതും ഷോമി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 64GB 6GB 128GB. അതിനോടൊപ്പം തന്നെ ഇതിലും ഡെഡിക്കേറ്റഡ് SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടും. റെഡ്മി നോട്ട് 10ലും ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് വിത്ത് 48 മെഗാപിക്സൽ സോണി IMX 582 സെൻസർ. അതിനോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്. 2+2 മെഗാപിക്സലിൻ്റെ മാക്രോ പ്ലസ് ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ചാർജിങ്ങിൻ്റെ പവറിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. 33 വാട്ടിൻ്റെ ചാർജിങ് ഇതിൻ്റെ കൂടെ ഇൻ ദ ബോക്സ് വരുന്നുണ്ട്. സോ നോട്ട് 10 Pro Maxലും നോട്ട് 10 Proയിലും നോട്ട് 10ലും എക്സാക്ട്ലി സെയിം ചാർജിങ് പവറാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിൻ്റെ അതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നോട്ട് 10 Pro Maxലും നോട്ട് 10 Proയിൽ കണ്ട എല്ലാ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതിലും വരുന്നുണ്ട്. സോ Z-ആക്സിസ് ഹാപ്റ്റിക് മോട്ടർ ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 360 ഡിഗ്രി ആംബിയന്റ് സെൻസർ, IR ബ്ലാസ്റ്റർ എല്ലാം ഇതിലും വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രൈസിലേക്ക് വരാം. പ്രൈസ് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ റെഡ്മി നോട്ട് 10 Pro Max, സോ ടോപ്പ് വേരിയൻ്റ് ആയ റെഡ്മി നോട്ട് 10 Pro Maxൻ്റെ 3 വേരിയൻസ് ഉണ്ട്. 664GB പ്രൈസ് ആണ് 18,999. 6 128GB പ്രൈസ് ആണ് 19,999. 8 128GB പ്രൈസ് ആണ് 21,999. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഗ്രസീവ് പ്രൈസിംഗ് ആണ് ഇറക്കിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. സ്പെഷ്യലി 6 128GB. സോ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം സോ 120 ഹെർട്സിൻ്റെ സൂപ്പർ ആംലോഡ് ഉണ്ട്, 730G ഒക്കെ വരുന്നുണ്ട്, 108 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ, ഗ്ലാസ് ബിൽഡ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അഗ്രസീവ് പ്രൈസിംഗ് ആണ്. സ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല 6GB 128GB 19,999 വളരെ നല്ലൊരു ഓഫർ തന്നെയാണ്. നോട്ട് 10 Proയും എക്സാക്ട്ലി സെയിം വേരിയൻസിലാണ് വരുന്നത്. സോ 6GB 64GBയുടെ പ്രൈസ് ആണ് 15,999. 6 128ൻ്റെ പ്രൈസ് ആണ് 16,999. 8 128ൻ്റെ പ്രൈസ് ആണ് 18,999. സോ ഇതും നല്ല അത്യാവശ്യം നല്ല ഒരു പ്രൈസിംഗ് ആണ്. സ്റ്റാർട്ടിങ് 14,999 ആയിരുന്നെങ്കിൽ ആ ഒരു അണ്ടർ 15,000 കാറ്റഗറിയിൽ വന്നേനെ. പക്ഷേ ഷോമി എടുത്ത തീരുമാനമാണ് 15,999. ദാറ്റ്സ് ഓക്കെ, അത്യാവശ്യം നല്ലതാണ്. സോ നോട്ട് 9 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ ഒരു നോട്ട് 10 Pro. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫൈനലി റെഡ്മി നോട്ട് 10ൻ്റെ പ്രൈസിങ് 2 വേരിയൻസ് ഉണ്ട്. 4GB 64GBയുടെ പ്രൈസിംഗ് ആണ് 11,999. 6GB 128GBയുടെ പ്രൈസ് ആണ് 13,999. ഇതും നല്ല അഗ്രസീവ് പ്രൈസിങ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇതെല്ലാ ഫോൺസിലും ICICI ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫറുണ്ട്. 1,500 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും ഈ 3 ഫോൺസിലും. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ആണ് 16 മാർച്ച് ആണ് റെഡ്മി നോട്ട് 10ൻ്റെ. നോർമലി ടോപ്പ് വേരിയൻ്റ് ആണ് ഫസ്റ്റ് വരുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സോ റെഡ്മി നോട്ട് 10ൻ്റെ ആണ് 16 മാർച്ച്, നോട്ട് 10 Proൻ്റെ ആണ് 17 മാർച്ച്, നോട്ട് 10 Pro Maxൻ്റെ ആണ് 18 മാർച്ച്. സോ 16th 17th 18th ആമസോണിലാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ me.com-ൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. സോ റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസ് പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഒപ്പീനിയൻ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം ആ ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സും സൂപ്പർ ആംലോഡ് ഒക്കെ ഉണ്ട്. സ്പെസിഫിക്കേഷൻസ് വായിക്കുമ്പോൾ നമുക്കൊരു ത്രില്ല് ഉണ്ടെങ്കിലും അത് കയ്യിൽ വന്നു കഴിഞ്ഞ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് 120 ഹെർട്സ് വിത്ത് LCD കണ്ടതാണ്. ഇപ്പം അതിൽ ഒരുപാട് ഗ്ലിച്ചും ലാഗൊക്കെ വരുന്നുണ്ട്. സോ എങ്ങനെയാണ് ഷവോമി അത് ഓപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്? കാരണം ആ ഒരു 120 ഹെർട്സ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയാറുള്ള സംഭവമാണ്. നമുക്കൊരു ഫ്ലാഗ്ഷിപ്പിൽ കിട്ടുന്ന ഒരു ഹൈ റിഫ്രഷ് റേറ്റ് എക്സ്പീരിയൻസും മിഡ് റേഞ്ചിൽ കിട്ടുന്ന ഹൈ റിഫ്രഷ് റേറ്റ് എക്സ്പീരിയൻസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതേ രീതിയിൽ ഈ 108 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ ഫ്ലാഗ്ഷിപ്പിൽ വരുമ്പോഴും പിന്നെ അതേ സെയിം സംഭവം മിഡ് റേഞ്ചിൽ വരുമ്പോഴും നമുക്ക് ഒരിക്കലും ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് കിട്ടില്ല. പക്ഷേ ഷവോമിയുടെ കയ്യിലാണ് അത് സംഭവം. എത്ര നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സോ 120 ഹെർട്സും പ്ലസ് സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ടെറിഫിക് ഒരു ഫോൺ തന്നെയായിരിക്കും. സ്പെഷ്യലി എക്സൈറ്റ്മെൻറ്റ് ഇത് കൂട്ടുകയാണ്. കാരണം ബാക്കി ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, സ്പെഷ്യലി സാംസങ്ങും റിയൽമി എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, റിയൽമിയുടെ 8 സീരീസിലൊക്കെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നമുക്ക് അതൊക്കെ നോക്കാം. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. 5G ഇല്ല, ആ സംഭവം മാത്രം ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. വലിയ കുറവൊന്നുമല്ല, കാരണം 5G വരാൻ ഇനിയും സമയം എടുക്കും. ചിലപ്പം ഇനി 5G അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ റെഡ്മി നോട്ട് 11 സീരീസിന് വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും 5G. അതുകൊണ്ടായിരിക്കും ഇത്തവണ 5G വരാത്തത്. 5G ഇല്ലെങ്കിലും ബാക്കി സ്പെസിഫിക്കേഷൻ നോക്കിയാൽ അങ്ങനെ കംപ്ലയിൻറ്റ് പ്രൈസ് വെച്ച് നോക്കിയാൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പറയാൻ കഴിയില്ല. സോ ആ രീതിയിലുള്ള ഒരു അഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഷവോമി ഇറക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും കാണും. സോ ഏത് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് കാണാൻ താല്പര്യം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയനും നിങ്ങളുടെ ഫീഡ്ബാക്കും എഴുതി അറിയിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്.